ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ക്യാപ്പ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാൻ കുറച്ച് വൈകി. ലാസ്റ്റ് വീക്കാണ് ഞാൻ നാട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ 6 മാസത്തിന് ശേഷം എന്ന് പറയാൻ പറ്റത്തില്ല, 6 മാസം ആകുന്നേ ഉള്ളൂ. അതിന് മുമ്പ് പോകുന്നു. കാരണം നിന്നിട്ട് വിസ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കാര്യമില്ലെന്നറിയാം. അതുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നാട്ടിൽ നിന്നുകൊണ്ട് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ എല്ലാവരും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ക്യാപ്പ് കഴിയുന്ന എല്ലാവരും ഇപ്പം അങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ആരും അങ്ങനെ അവിടെ നിൽക്കുന്നതെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം ന്യൂസിലൻഡിലെ ക്യാപ്പ് നഴ്സസിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്നാണ് പറയാനേ അറിയാം എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാനൊരു വീഡിയോ ഇട്ട് നിങ്ങളൊക്കെ കണ്ടതാണ്. അപ്പം എല്ലാവർക്കും അറിയാം എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാനും തിരിച്ചു പോകുന്നു ന്യൂസിലൻഡിൽ നിന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല 6 months അല്ല ക്യാപ്പ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരും എന്നൊന്നും ഒട്ടും വിചാരിക്കാതാണ് പോകുന്നത്. പക്ഷേ നമ്മൾ പോകെ അവിടെ നിന്നപ്പോൾ നമുക്ക് മനസ്സിലായി ജോബില്ല, അതുകൊണ്ട് തിരിച്ച് പോകുന്നേ പറ്റൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അഡാപ്റ്റായി അങ്ങനെ പോകുന്നു. പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലൈമറ്റൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടെ മഴയൊക്കെയാണ്. അതുകൊണ്ട് എൻ്റെ സൗണ്ടും നല്ലപോലെ സൗണ്ട് പോയായിരുന്നു. അതൊക്കെ കൊണ്ട് വീഡിയോ ഇടാനും പറ്റാഞ്ഞത്. പിന്നെ ഞാൻ വന്ന ഫ്ലൈറ്റ് മലേഷ്യൻ എയർലൈൻസ് ആയിരുന്നു. എനിക്ക് ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഒരു 1 hour ഡിലേ ആയിരുന്നു. അതുപോലെ തന്നെ മലേഷ്യൻ എയർലൈൻസിന് വരാനിരിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ വെയിറ്റൊക്കെ പക്കായിട്ട് വേണം, റൂമിൽ നിന്ന് തന്നെ നോക്കിയിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. കാരണം ഞങ്ങൾ താമസിച്ച വീട്ടിലെ മെഷീനിലെ വെയിറ്റൊക്കെ നോക്കിയിട്ടാണ് വന്നത്. പക്ഷേ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ 7 kg ഒരു 10 kg ഉണ്ടായിരുന്നു. അത് വെയിറ്റ് നോക്കിയപ്പോഴത്തേക്കും മറ്റേതിൽ 30യുടെ ബാഗിൽ ഒരു 26 എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് അവർ അലോ ചെയ്യത്തില്ല കേട്ടോ. അവർ 7 എന്ന് പറഞ്ഞാൽ 7 മാത്രമേ അവർ അലോ ചെയ്യത്തുള്ളൂ. പിന്നെ ഞാൻ പെട്ടിക്ക് റാപ്പ് ചെയ്തൊക്കെയാണ് കൊണ്ടുപോയത്. എന്നാൽ ഞാൻ അവിടെ എയർപോർട്ടിൽ നിന്ന് ഫുള്ളെല്ലാം അഴിച്ച് പണിയേണ്ട വന്നു. പിന്നെ 7 kg 10 kg ആയത് 3 kg എടുത്ത് വലിയ പെട്ടിയിലോട്ട് മാറ്റി അങ്ങനെ ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് പക്കായിട്ട് ഓക്ലാൻഡിൽ പക്കായിട്ട് അവർ വെയിറ്റ് നോക്കും. അതുകൊണ്ട് എനിക്കറിയത്തില്ല, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി സെയിം സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോയി. സെയിം സാധനം നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് നമ്മൾ കൊണ്ടുപോയി സോപ്പ്, ലോഷൻ, നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം, ബോഡി ലോഷൻ, കാര്യങ്ങൾ അങ്ങനെയുള്ള എന്തെല്ലാം സാധനങ്ങളുണ്ട്. അതൊക്കെ തീർന്നു. ബാക്കിയുണ്ടായിരുന്നു നമ്മളത് അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് എങ്ങനെ 30 kg വന്നു എന്ന് എനിക്കറിയത്തില്ല. തിരിച്ചു വന്നപ്പോൾ പക്ക ആ വെയിറ്റ് തന്നെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് ന്യൂസിലൻഡിന് പോയപ്പോഴത്തേക്കും ലാപ്ടോപ്പ് ബാഗും ഡോക്യുമെൻറ്റേഷൻ ഫയലും എയർപോർട്ടിൽ നിന്ന് അവർ നമ്മുടെ വെയിറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ അതുകൊണ്ടായിരിക്കും. പക്ഷേ ഇവർ ഓക്ലൻഡിൽ നിന്ന് എന്തായാലും അവർ ലാപ്ടോപ്പ് പ്ലസ് നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ ഫയൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബാഗ് എല്ലാം കൂടെ നോക്കിയിട്ടായിരിക്കും ഈ 7 kg അവർ നോക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ഞങ്ങളെക്കാളും മുന്നേ പോകുന്നവരും ഒക്കെ അവർ പറഞ്ഞു, അവർ അവിടെ ന്യൂസിലാൻഡിൽ വന്നിട്ട് ചിലരൊക്കെ ബ്ലാങ്കറ്റൊക്കെ മേടിച്ചവരുണ്ടായിരുന്നു. അതൊക്കെ ന്യൂസിലാൻഡിൽ വന്ന് എയർപോർട്ടിൽ വന്നിട്ട് അതൊക്കെ എടുത്ത് എയർപോർട്ടിൽ കളയേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങളിനി വരുന്നവർ മാക്സിമം വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് അഡീഷണലായിട്ട് ന്യൂസിലാൻഡിൽ നിന്ന് ഒന്നും മേടിക്കാതിരിക്കുക. വെയിറ്റ് ചെക്ക് ചെയ്യുക, എന്നിട്ട് വരിക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര പണിയായിരിക്കും. നിങ്ങൾ സാധനങ്ങൾ എടുത്ത് മാറ്റേണ്ടതൊക്കെ വരും. പിന്നെ ന്യൂസിലാൻഡിലെ ജോബിനെ പറ്റി പറയുകയാണെങ്കിൽ, ന്യൂസിലാൻഡിൽ ഇപ്പം നഴ്സസിന് ജോബ് കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് എല്ലാവരും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇനി ക്യാപ്പ് ചെയ്യുന്നൊരു ഉടനെ തന്നെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്യുക, ഓസ്ട്രേലിയക്ക് പോകാനുള്ള വഴി നോക്കുക. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് ഓസ്ട്രേലിയയിലും നമുക്ക് ഇച്ചിരി ടൈറ്റായിട്ട് വരുവാണ്. അതുകൊണ്ട് മാക്സിമം ക്യാപ്പ് ചെയ്യാൻ വരുന്നവർ അവനോട് ജോലി കളയാതെ ലീവ് എടുത്ത് വന്ന് ക്യാപ്പ് ചെയ്തിട്ട് പോവുക. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നോ അവിടെ പോയി ജോബ് കണ്ടിന്യൂ ചെയ്യുക. വൺസ് ഇതെല്ലാം ഒന്ന് സോൾവ് ആയിക്കഴിഞ്ഞ് നിങ്ങൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലൻഡ് നോക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓസ്ട്രേലിയ ഈ പറഞ്ഞ പോലെ ഭയങ്കര ടൈറ്റായിട്ട് വരുവാണ് ഓസ്ട്രേലിയയിലും. കാരണം സപ്ലൈ കൂടി. അപ്പം നമ്മൾ കോമൺ സെൻസ് കൊണ്ട് തന്നെ ചിന്തിച്ച് നോക്കി നമുക്ക് മനസ്സിലാകും എന്തായിരിക്കും സിറ്റുവേഷൻ എന്ന്. അപ്പം
നിങ്ങൾ ഇപ്പോൾ ആലോചിച്ച് വയസ്സായൊരു ഡിസിഷൻ എടുക്കുക എന്നെനിക്ക് പറയാനായിട്ടുള്ളൂ. എന്തായാലും ന്യൂസിലൻഡിൽ ഈ പ്രോബ്ലംസൊക്കെ ഒരു ലോങ് ടൈം ആയിട്ട് നിൽക്കുന്ന പ്രോബ്ലം അല്ലല്ലോ. ഇതിനൊക്കെ എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ടാകത്തില്ലേ? ഇതൊക്കെ ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്കുള്ള ഒരു ക്രൈസിസ് അല്ലേ. അതൊക്കെ എന്തായാലും മാറും. എപ്പോഴും ഈ നെഗറ്റീവ് ചിലർ പറയുന്നുണ്ട്, എപ്പോഴും എന്തിനാണ് ഈ നെഗറ്റീവ് പറയുന്നത്? നെഗറ്റീവ് അല്ല, നമ്മുടെ സിറ്റുവേഷനാണ് പറയുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ജോബ് കിട്ടുന്നവരുണ്ട് കേട്ടോ. ന്യൂസിലൻഡിൽ ഇപ്പോൾ ആർക്കും ജോബ് കിട്ടുന്നില്ലെന്നാണ് എൻ്റെ അറിവ്. എനിക്കറിഞ്ഞുകൂടാ. അതിനെപ്പറ്റി ആർക്കെങ്കിലും കിട്ടിയതായിട്ട് അറിവുണ്ടെങ്കിൽ ഇപ്പം ഈ ജൂലൈയിലൊക്കെ ജോബിന് കയറിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അറിയാവുന്നൊരു കമൻറ്റ് ഇടുക. എനിക്കതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. പക്ഷേ ഓസ്ട്രേലിയയിലും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇൻ്റർവ്യൂസ് കിട്ടുന്നുണ്ട് ഒത്തിരി പേർക്ക് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ ഹോപ്പ് കളയണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളിടുന്ന എഫേർട്ടിന് ഒരിക്കലും ഒരു ഔട്ട്കം കിട്ടാതിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പ്രോസസ്സിംഗ് ഒക്കെ പകുതിയാക്കി വെച്ചിരിക്കുന്നവർക്ക് കൂടുതൽ ടെൻഷനായിരിക്കും എന്ത് ചെയ്യണമെന്നറിയാൻ മേലാതെ. കാരണം പ്രോസസ്സിങ് ഇത്രയും പൈസ മുടക്കി ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ അതോ ഇനി വീണ്ടും ഒയിറ്റ് എഴുതി വേറെ കൺട്രി നോക്കണോ എന്നൊക്കെ ഒത്തിരി അറിയാൻ മേലാതെ കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്നവരുണ്ട്. നിങ്ങളൊരിക്കലും വിചാരിക്കരുത്, അയ്യോ ഞാനിനി ന്യൂസിലൻഡിന് പോയാൽ എൻ്റെ കരിയർ പോയി, എൻ്റെ ക്യാഷ് പോയി. അത് ഒരു കാര്യം മനസ്സിലാക്കി, ഇതിനെന്തായാലും ഒരു എൻഡ് ഉണ്ടാവും ഈ ക്രൈസിസിന്. അപ്പോൾ ഇന്നലെ നാളെ നിങ്ങൾക്ക് പോസിറ്റീവ് ഒരു ഔട്ട്കം കിട്ടും. അങ്ങനെ ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളെയും നമ്മൾ നെഗറ്റീവായിട്ട് കണ്ട എല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അത്ര പറയാനുള്ളൂ. എന്തായാലും ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു എൻ്റെ അപ്ഡേറ്റ്സ് എന്തായാലും നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസ് വഴി കിട്ടുന്ന ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ന്യൂസിലൻഡിലോട്ട് വരാനിരിക്കുന്നവരായാലും അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക, ഫേസ്ബുക്കിലും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും പുതിയ അപ്ഡേറ്റ്സ് എന്താണ്, ഇപ്പോൾ കറൻ്റ്ലി എന്താണ് സിറ്റുവേഷൻ, അങ്ങനെയൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ തീരുമാനങ്ങൾ എടുക്കാനായിട്ടും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ യൂട്യൂബിലെ കമൻസ് അല്ലാതെ ഇൻസ്റ്റ വഴിയൊക്കെ ഒത്തിരി പേരെന്നോട് ക്വയറീസ് ചോദിക്കാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. എനിക്കറിയാവുന്ന രീതിയിൽ അവരൊക്കെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞ് കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ അതുപോലെ തന്നെ ആൾക്കാർ ചോദിക്കുന്നവർ എന്ത് ഡിസൈഡ് ചെയ്യണം, ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യണോ അതോ ന്യൂസിലാൻഡിൽ നിൽക്കണോ എന്നൊക്കെ ചോദിക്കുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ്. ഇനി നിങ്ങൾ വരുന്ന ടൈമിൽ എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. ആ വരുന്ന ടൈമിൽ എന്താണോ അത് വെച്ച് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പിന്നെ ഇതല്ലാതെ അഡീഷണൽ ഇൻഫർമേഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദയവ് ചെയ്ത് കമൻ്റ് ഇടുക. അത്ര. പിന്നെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.